ഫോറിൻ കോർപ്പറേഷൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ്. ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അതിലെ ഹു ആർ ദ പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി, അതിലെ നമ്മൾ ലൂഗി ലുസാറ്റിയെ കുറിച്ചും വൂളംബർഗിനെ കുറിച്ചും അതേപോലെ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിച്ച മസീനിയെ കുറിച്ചും ഓക്കെ. അപ്പൊ അങ്ങനെ ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മുടെ ലോകത്തിലേക്കുള്ള അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വേൾഡിലേക്കുള്ള ഇറ്റാലിയൻ അല്ലെങ്കിൽ ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് ഇൻ ഡീറ്റെയിൽ ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ലുസാറ്റിയുടെ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്, വോളൻബർഗിന്റെ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്, ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഒക്കെ ഇൻ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. കാര്യം സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ വൺ വേർഡ് ആൻസർ പോരാ. അപ്പൊ അതുകൊണ്ട് അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇൻ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നു. പറയുന്നുണ്ട് ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് have a long history dating back to the mid 19th century. അതായത് ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ് നമ്മൾ ഇറ്റാലിയൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിന്റെ ഒരു ഡേറ്റാസ് അവൈലബിൾ ആവുന്നത് ഈ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ്. ഇറ്റാലിയൻ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ പഴയ റോം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറ്റലി, ഓക്കെ, പഴയ റോം ഇറ്റലി എന്നല്ല, ഇറ്റലിയിൽ തന്നെയാണ് റോം. അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏത് നൂറ്റാണ്ടോടുകൂടി ഇൻ ദ മിഡിൽ ഓഫ് ദ 19th സെഞ്ചുറി ആണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം ഒരു 1850 ശേഷം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലിയുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് അവൈലബിൾ ആവുന്നത്. പറയുന്നുണ്ട് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇറ്റലി, ഇറ്റലിയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇറ്റലി വാസ് എ കൺസ്യൂമർ കോപ്പറേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ടുറിൻ, TURIN, ടുറിൻ, ഇൻ ഏത് വർഷം 1854, 1854 ബൈ ദ സിറ്റീസ് വർക്കേഴ്സ് അസോസിയേഷൻ. സിറ്റീസ് വർക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ച ഏത് വർഷം 1854 രൂപീകരിച്ച എവിടെയാണ്? ഇൻ ടുറിൻ, TURIN, ടുറിൻ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇറ്റലിയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കണക്കാക്കുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതാണ് നോക്കി 1854, ഏകദേശം ദ മിഡ് ഓഫ് ദ 19th സെഞ്ചുറി. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ഇൻ 1886, 1886 എ നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഓർ അംബ്രല്ല ഓർഗനൈസേഷൻ ഇൻ ഇറ്റലി കോൾഡ് ലേഗാകോപ്പ് കേട്ടോ, ലേഗാകോപ്പ് ഏത് വർഷമാണ്? 1886. എ നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ അംബ്രല്ല ഓർഗനൈസേഷൻ ഇറ്റലിയില എന്താണ് എന്നെ വിളിക്കുന്ന പേര്? ലേഗാകോപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് എവിടെയാണ്? ഇൻ മിലൻ നമ്മൾ പഠിക്കുക മിലൻ, എ സ്മോൾ സ്റ്റേറ്റ് ഇൻ ഇറ്റലി എന്ന് പറയാറുണ്ട്. അപ്പം ലേഗാകോപ്പ് എന്ന് പറയുന്ന ഈ ഒരു നാഷണൽ അസോസിയേഷൻ അല്ലെങ്കിൽ അംബ്രല്ല ഓർഗനൈസേഷൻ ഏത് വർഷമാണ് ആരംഭിച്ചത്? 1886. എവിടെയാണ് ആരംഭിച്ചത്? ഇൻ മിലനിലാണ് ഇത് ആരംഭിച്ചത്. ലേഗാകോപ്പ് ഏത് വർഷം? 1886. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇറ്റലി. ഇറ്റലിയിലെ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് ഏത്? ലേഗാകോപ്പ് എന്ന് പറയുന്നത്. ലേഗാകോപ്പ് ഈസ് ദ ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇൻ ഇറ്റലി. ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഇറ്റലി ഏതാണ്? ലേഗാകോപ്പ് ആണ്. ഏത് വർഷമാണ്? 1886 ആണ്. എവിടെയാണ് ആരംഭിച്ചത്? മിലനിലാണ് ആരംഭിച്ചത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? അതൊരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. എവിടെയാണ് ആരംഭിച്ചത്? ടൊറിനിലാണ് ആരംഭിച്ചത്. ഏത് വർഷം? 1854 ആരംഭിച്ചത്. ആരാണ്? സിറ്റീസ് വർക്കേഴ്സ് അസോസിയേഷൻ ആണ് ആരംഭിച്ചത്. ഓക്കെ, പറയുന്നുണ്ട് പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പൈനിയേഴ്സ്
അല്ലെങ്കിൽ ദ ബിഗിനേഴ്സ്, പ്രാരംഭകർ അല്ലെങ്കിൽ തുടക്കക്കാർ ആരാണ്? രണ്ട് വ്യക്തികളാണ്. ആരാണ്? ലൂയിഗി ലുസാറ്റിയും അതുപോലെ തന്നെ ഡോക്ടർ ലിയോൺ വോളംബർഗും. ആരാണ്? ലൂയിഗി ലുസാറ്റി, ഇമ്പോർട്ടന്റ് ആണ്. ലൂയിഗി ലുസാറ്റി ആൻഡ് ഡോക്ടർ ലിയോൺ വോളംബർഗ്. ഇതാണ് പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി. ഇറ്റലിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബിഗിനേഴ്സ് ആണ് ആര്? ലൂയിഗി ലുസാറ്റിയും അതേപോലെ തന്നെ ഡോക്ടർ ലിയോൺ വോളംബർഗും. ദ പൈനിയേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി. ഓക്കെ, ഇനി ഇവരെ കുറിച്ച്, ഇവരുടെ സംഘത്തെ, ഇവര് ആരംഭിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച്, അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കുന്നത് പൈനിയേഴ്സിൽ ആദ്യത്തെ ലീഡർ ആരാണ്? ലൂയിഗി ലുസാറ്റി. അതാണ് ലൂയിഗി ലുസാറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ലുസാറ്റി നമ്മൾ പറയുന്നുണ്ട്. ലുസാറ്റി വാസ് ബോൺ ഇൻ വെനീസ്. എവിടെയാണ് ലുസാറ്റി ജനിച്ചത്? ലുസാറ്റി വാസ് ബോൺ ഇൻ വെനീസിലാണ് ജനിച്ചത്. എന്ന് ജനിച്ചു? 11/3/1841. 11th March 1841. 11th March 1841 എവിടെയാണ്? വെനീസിലാണ് ആര് ജനിച്ചത്? ലൂയിഗി ലുസാറ്റി ജനിച്ചത്. ഓക്കെ, 1927 മരിക്കുന്നത്. 1927. അപ്പൊ 1841, 1927 അതാണ് ലുസാറ്റിയുടെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, പറയുന്നുണ്ട് ലുസാറ്റി വാസ് എ പ്രൊഫസർ ഓഫ് എക്കണോമിക്സ്. അദ്ദേഹം ബൈ പ്രൊഫഷൻ, ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആരാണ്? ലുസാറ്റി വാസ് എ പ്രൊഫസർ ഓഫ് എക്കണോമിക്സ് ഇൻ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് മിലൻ. മിലനിലെ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ ഇൻ എക്കണോമിക്സ് ആയിരുന്നു ആര്? ലൂയിഗി ലുസാറ്റി. ഓക്കെ, ഇനി ആ സ്ഥലത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ എന്താ പറഞ്ഞത്, അവരുടെ പോവർട്ടി അല്ലെങ്കിൽ അതേപോലെ അവർ അനുഭവിച്ചു വരുന്ന ഫാമിലി, ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നിലനിന്നിരുന്ന മണി ലെൻഡേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്ത് ചെയ്തു പുള്ളി? ഹി വെന്റ് ടു ദ ജർമ്മനി. എങ്ങോട്ട് പോയി പുള്ളി? ജർമ്മനിയിലേക്ക് പോയി. ഹി വെന്റ് ടു ദ ജർമ്മനി. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റഡി ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദ മൂവ്മെന്റ്. ഇതാണ് ടു സ്റ്റഡി ദ പ്രാക്ടിക്കൽ ആസ്പെക്ട് ഓഫ് ദ മൂവ്മെന്റ്. ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട്, അതിന്റെ പ്രാക്ടിക്കൽ സൈഡിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്ത രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ജർമ്മനിയിലേക്ക് പോയി. പറയുന്നുണ്ട് ഹി വാസ് particularly interested in. ജർമ്മനിയിലെ അദ്ദേഹത്തിന് കൂടുതൽ ആഭിമുഖ്യം തോന്നിയത് എന്തിനോടാണ്? ഷൂൾ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആണ്. ഇതാണ് ഷൂൾസിന്റെ, ഹെർമൻ ഫ്രാൻ ഷൂൾസിന്റെ ഏതാണ്? അർബൻ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ടൗൺ ബാങ്കിനോട് അല്ലെങ്കിൽ ഷെയർ ബാങ്കിനോട് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ആ ഒരു ബാങ്കിനോടാണ് പുള്ളിക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷൂൾസ് അഡോപ്റ്റ് ചെയ്ത ആ ഒരു സിസ്റ്റത്തിനോടാണ് പുള്ളിക്ക് കൂടി എന്ത് ചെയ്തത്? ഒരു അട്രാക്ഷൻ തോന്നിയത്. ആർക്ക്? ലൂയിഗി ലുസാറ്റി. ജർമ്മനിയിലേക്ക് പോയത് വെറുതെ അല്ല, അവിടുത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടത്? ജർമ്മനിയിലേക്കാണ് പോകേണ്ടത്. കാര്യം അവിടെയാണ് ഇത് വിജയകരമായിട്ട് നടപ്പിലാക്കിയ രാജ്യം. ദ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എവിടെയാണ്? ജർമ്മനിയാണ്. അവ ലൂയിഗി ലുസാറ്റി മറ്റൊരു രാജ്യത്തേക്കും അല്ല പോയത്. എങ്ങോട്ടാ പോയത്? ജർമ്മനിയിലേക്കാണ് പോയത്. അവിടെ പുള്ളിയെ ഇംപ്രസ് ചെയ്തത് ഏത് സിസ്റ്റമാണ്? ഷൂൾ സിസ്റ്റം ഓഫ് ക്രെഡിറ്റിനെയാണ്, അല്ലെങ്കിൽ അർബൻ ക്രെഡിറ്റ് മൂവ്മെന്റിനെയാണ് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടത്? ഇൻസ്പയർ ചെയ്യപ്പെട്ടത്. ആര്? ലൂയിഗി ലുസാറ്റി. പറയുന്നുണ്ട് ഹി ബിക്കെയിം ഫുള്ളി കൺവിൻസ്ഡ് ദാറ്റ് cooperation could go a long way in relieving the poor class of the unhealthy influence of the money lenders. അദ്ദേഹം വിശ്വസിച്ചു. എന്താണ്? ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഫുള്ളി കൺവിൻസ്ഡ് ആയി. എന്താ കൺവിൻസ്ഡ് ആയത്? ഈ കോപ്പറേറ്റീവ് ഐഡിയോളജി ഫോളോ ചെയ്താൽ റിലീവിംഗ് ദ പുവർ ക്ലാസ് ഓഫ് ദ അൺഹെൽത്തി ഇൻഫ്ലുവൻസ് ഓഫ് ദ മണി ലെൻഡേഴ്സ്, അതായത് പാവപ്പെട്ട ആൾക്കാരെ മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും, സംരക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് പുള്ളി ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു. ആരാണ്? ലൂയിഗി ലുസാറ്റി. ഓൺ കമ്മിങ് ബാക്ക് ഫ്രം ജർമ്മനി he started his work among the industrial workers in urban area. ജർമ്മനിയിൽ നിന്ന് തിരികെ വന്നു പുള്ളി. ആര്? ലൂയിഗി ലുസാറ്റി. എന്നിട്ട് എവിടെ വർക്ക് ചെയ്തു? he started his work among the industrial workers. എവിടെയാണ്?
ഇൻ അർബൺ ഏരിയ. അപ്പം ഓൾറെഡി നമുക്കറിയാം ഷൂൾസ് എവിടെയാ പ്രവർത്തിച്ചത്? അർബൺ ഏരിയയിലാണ്. അപ്പൊ അതേപോലെ അർബൺ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആര് പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങി? ജർമ്മനിൽ തിരിച്ചു വന്നിട്ട് ലൂഗി ലുസാറ്റി. പറയുന്നുണ്ട് ലുസാറ്റി സ്റ്റാർട്ടഡ് ഹിസ് വർക്ക് ബൈ ഓർഗനൈസിങ് എ ഫ്രണ്ട്ലി സൊസൈറ്റി. ലുസാറ്റി തന്റെ കോപ്പറേറ്റീവ് എക്സ്പെരിമെന്റുകൾ ആരംഭിക്കുന്നത്, കോപ്പറേറ്റീവ് മേഖലയിൽ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്താണ്? ബൈ ഓർഗനൈസിങ് എ ഫ്രണ്ട്ലി സൊസൈറ്റി. ഇമ്പോർട്ടന്റ് ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റി ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് ലുസാറ്റി തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫ്രണ്ട്ലി സൊസൈറ്റി എവിടെയാണ്? അറ്റ് ലോധി. ലോധിയിൽ LODI ലോധിയിൽ ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കോപ്പറേറ്റീവ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏതു വർഷം? 1864, 1865, 64-65 കാലഘട്ടത്തിൽ ലോധിയിൽ ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചുകൊണ്ടാണ് ലുസാറ്റി തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോപ്പറേറ്റീവ് മേഖലയിൽ തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ലോധിയിൽ എന്താരംഭിച്ചു? ഫ്രണ്ട്ലി സൊസൈറ്റി ആരംഭിച്ചു 1864, 1865 കാലഘട്ടത്തിൽ. ദെൻ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ 1866 he started his first cooperative bank at Milan. തന്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെ ആരംഭിക്കുന്നു? മിലനിൽ ആരംഭിക്കുന്നു. ആര്? ലൂഗി ലുസാറ്റി. ഏത് വർഷം? 1866. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1866 എവിടെയാണ്? മിലൻ. ആരാണ്? ലുസാറ്റി. ഓക്കെ, അപ്പൊ ഏത് വർഷമാണ്? 1866 മിലനിൽ തന്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കുന്നു? ലുസാറ്റി ആരംഭിക്കുന്നു. ഓക്കെ, വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ് 700 ലിറ. 700 ലിറ ഷെയർ ക്യാപിറ്റലോട് കൂടിയാണ് ഏത് ആരംഭിക്കുന്നത്? ലുസാറ്റി തന്റെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആരംഭിക്കുന്നത്. 700 ലിറ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 28 പൗണ്ടാണ്. അതായത് ആക്സിഡന്റൽ ആയിട്ട് ഇവിടെ 700 ലിറ ഷെയർ ക്യാപിറ്റലോട് കൂടിയാണ് ലുസാറ്റി തന്റെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് മിലനിൽ 1866 ആരംഭിക്കുന്നത്. ഈ 700 ലിറ എന്ന് പറയുന്നത് ആക്സിഡന്റൽ ആയിട്ട് ഏതാണ്? നമ്മുടെ 28 പൗണ്ടിന് തുല്യമാണ്. അതായത് നമ്മുടെ റോസ്ഡേൽ ഇക്വിറ്റബിൾ പൈനീർ സൊസൈറ്റി ആരംഭിച്ചില്ലേ 28 പൗണ്ടോട് കൂടി. അപ്പൊ അതേപോലെ ആ 28 പൗണ്ടിന് തുല്യമാണ് ഏത്? 700 ലിറ. ഇറ്റാലിയൻ ലിറ എന്ന് പറയുന്നത് 700 ലിറ എന്ന് പറയുന്നത് 28 പൗണ്ടിന് തുല്യമാണ്. അപ്പൊ ആക്സിഡന്റൽ ആയിട്ട് അങ്ങനെ ഒരു കോ ഇൻസിഡൻസ് കൂടി ഇതിലുണ്ടായി. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ദ സൊസൈറ്റി ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്സ് മെമ്പർഷിപ്പ് മോസ്റ്റ്ലി. ഈ സൊസൈറ്റി ആദ്യം ആരംഭിച്ചപ്പോൾ ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആരാണ്? അതിൽ പറയുന്നുണ്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി മോസ്റ്റ്ലി ആരാണ്? ദ ഫ്രണ്ട്സ് ഓഫ് ദ ലുസാറ്റി. ലുസാറ്റിയുടെ സുഹൃത്തുക്കളായിരുന്നു. ആൻഡ് ഹി ഹിംസെൽഫ് വാസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് ദ ഫണ്ട്. ഈ സൊസൈറ്റിക്ക് ഫണ്ട് വേണം പ്രവർത്തിക്കാൻ, അല്ലെ? പ്രവർത്തിക്കാൻ ഫണ്ട് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ലുസാറ്റിയുടെ ഫ്രണ്ട്സ് തന്നെയായിരുന്നു ഈ സൊസൈറ്റിയിലെ കൂടുതൽ അംഗങ്ങള്. ദെൻ ഈ സംഘത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള ഫണ്ടിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടറും ആര് തന്നെയാണ്? ലുസാറ്റി തന്നെയായിരുന്നു. ഓക്കെ, ലുസാറ്റി തന്റെ ബാങ്കിനെ വിളിച്ച പേര് ബാങ്ക പോപ്പുലാരി എന്നാണ്. എന്താണ്? ബാങ്ക പോപ്പുലാരി. ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക പോപ്പുലാരി. ലുസാറ്റി കോൾഡ് ഹിസ് ബാങ്ക് എങ്ങനെ വിളിച്ചത്? ബാങ്ക പോപ്പുലാരി അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്സ്. ഇതാണ് ലുസാറ്റി തന്റെ ബാങ്കിനെ വിളിച്ച്. അപ്പം ചിലപ്പോൾ ചോദിക്കാം ബാങ്ക പോപ്പുലാരി ഓർ പോപ്പുലർ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആരാണ്? ഇറ്റലിയിൽ ആരംഭിച്ചത് ലുസാറ്റിയാണ്. ബാങ്ക പോപ്പുലാരി അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്സ് എന്ന് വിളിക്കും ലുസാറ്റി ആരംഭിച്ച ബാങ്കിനെ. ഓക്കെ, ഇനി എന്താണ് ഈ പോപ്പുലർ ബാങ്ക്സ് അല്ലെങ്കിൽ ഈ ബാങ്ക പോപ്പുലാരിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്? പറയുന്നുണ്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് ഹോൾ ഡിസ്ട്രിക്റ്റ്. ഒരു ജില്ല മുഴുവനാണ് ഈ ബാങ്ക പോപ്പുലാരി അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്സിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഒരു ജില്ലയാണ്, ദ ഹോൾ ഡിസ്ട്രിക്ട്, ജില്ല മുഴുവനാണ്. ഓക്കെ, പറയുന്നുണ്ട് ലുസാറ്റി സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബിക്കെയിം പോപ്പുലർ ഓൺലി എമംഗ് ടൗൺസ്മെൻ ആൻഡ് ലാർജ് ഫാർമേഴ്സ്. അതായത് അർബൺ ഏരിയയിലാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് അർബൺ ഏരിയ ആൻഡ് ലാർജ് ഫാർമേഴ്സ് ആണ് ഇതിലെ ആരാണ്? ബിക്കെയിം പോപ്പുലർ ഓൺലി എമംഗ് ദ ടൗൺസ്മെൻ. അർബൺ ജനങ്ങൾക്കിടയിലാണ് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കിടയിലാണ് ഈ പോപ്പുലർ ബാങ്ക്സ് കൂടുതൽ എന്തായത്? ഫേമസ് ആയത്, കൂടുതൽ അക്സെപ്റ്റബിലിറ്റി കിട്ടിയത്. എവിടെയാണ്? ടൗൺസ്മെൻ അല്ലെങ്കിൽ ലാർജ് ഫാർമേഴ്സ് ഇടയിലാണ്. ടൗൺസ്മെൻ ആൻഡ് ലാർജ് ഫാർമേഴ്സ്. ഓക്കെ, പറയുന്നുണ്ട് ലുസാറ്റി വാസ് വർക്കിംഗ് എമംഗ് ദ മിഡിൽ ക്ലാസ് അർബൻ പീപ്പിൾ. മിഡിൽ ക്ലാസ്,
ഓക്കെ, അപ്പൊ ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലുസാറ്റ് തന്നെ ആരംഭിച്ചത്? ലുസാറ്റ് തന്റെ വായ്പാ സംഘം മിഡിൽ ക്ലാസ് പീപ്പിളിനെ സഹായിക്കുവാൻ, ഇവിടുത്തെ അർബൻ ഏരിയയിലാ. ഓക്കെ, അപ്പൊ അർബൻ പീപ്പിൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിളിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ലുസാറ്റ് തന്റെ ഈ പറഞ്ഞ ബാങ്കുകൾ ആരംഭിച്ചത്. ബാങ്ക പോപ്പുലാരി അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്സ്. അപ്പം ഹോൾ ഡിസ്ട്രിക്റ്റ് ആണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതേപോലെ തന്നെ ടൗൺ ഏരിയയിൽ താമസിക്കുന്ന, അർബൻ ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ലാർജ് ഫാർമേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ്, അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ലുസാറ്റ് തന്റെ ബാങ്കുകൾ ആരംഭിച്ചത്. പറയുന്നുണ്ട് ലുസാറ്റി എഗ്രീഡ് ടു ഓർഗനൈസ് സൊസൈറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി. എന്താണ് ലുസാറ്റ് ആരംഭിച്ച സംഘങ്ങളുടെ ലയബിലിറ്റി? എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി. കാര്യം ഷൂൾസിന്റെ ബാങ്കിന്റെ ഏതാണ് ലയബിലിറ്റി? എന്ത് തന്നെയാണ്? ലിമിറ്റഡ് തന്നെയാണ്. റൈഫീസിനാണെങ്കിലാണ് അൺലിമിറ്റഡ് വരുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ലുസാറ്റി എഗ്രീഡ് ടു ഓർഗനൈസ് സൊസൈറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇനി ഇമ്പോർട്ടന്റ് ആണ്, നോ ഫിക്സഡ് വാല്യൂ ഓഫ് ഷെയർസ്. ഷെയറുകൾക്ക് എന്തില്ല? ഒരു നിശ്ചിത മൂല്യം പറയുന്നില്ല, വാല്യൂ പറയുന്നില്ല, വില പറയുന്നില്ല. ദ വാല്യൂ ഓഫ് ഷെയർ ഇൻ എ ലുസാറ്റി ബാങ്ക് വാസ് ബിറ്റ്വീൻ 5 ലിറ ആൻഡ് 50 ലിറ. അതായത് 5 ലിറയ്ക്കും 50 ലിറയ്ക്കും ഇടയിലാണ് ലുസാറ്റി ബാങ്കുകൾ എന്തെന്ന് പറയുന്നത് ഷെയർ വാല്യൂ. ഇൻ ബിറ്റ്വീൻ 5 ലിറ ആൻഡ് 50 ലിറയാണ്. ഓക്കെ, പറയുന്നുണ്ട് ദർ വാസ് നോ യൂണിഫോം റൂൾ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് ഷെയർ. ഷെയറിന് ഒരു നിശ്ചിത വാല്യൂ ഇല്ല. ഇറ്റ് വാസ് ലെഫ്റ്റ് ടു ദ ഇൻഡിവിജ്വൽ സൊസൈറ്റീസ് ടു ഫിക്സ് എനി എമൗണ്ട് വിച്ച് സ്യൂട്ടഡ് ടു ദം. ആ ഇൻഡിവിജ്വൽ സൊസൈറ്റിക്ക് തീരുമാനിക്കാം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഷെയർ വില നിശ്ചയിക്കുവാൻ. ആ ഷെയർ വിലയുടെ റേഞ്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഇൻ ബിറ്റ്വീൻ 5 ലിറ ആൻഡ് 50 ലിറയാണ് ലുസാറ്റി സൊസൈറ്റിയുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ഷെയർ ഇല്ല. ഓക്കെ, ദെൻ പറയുന്നുണ്ട് ദ മെമ്പേഴ്സ് ഇൻ ലുസാറ്റി ബാങ്ക് ഷുഡ് ബി ഓണസ്റ്റ് ആൻഡ് റിലയബിൾ. എന്താണ്? സത്യസന്ധന്മാരും വിശ്വാസയോഗ്യന്മാരും ആയിരിക്കും ആയിരുന്നു ആര്? ദ മെമ്പേഴ്സ് ഇൻ ലുസാറ്റി ബാങ്ക്. എന്താണ്? ദ മെമ്പേഴ്സ് ഇൻ ലുസാറ്റി ബാങ്ക് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ. ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ അല്ലെങ്കിൽ ഈ ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ലുസാറ്റി ബാങ്ക്സ് എന്ത് കൊടുത്തിരുന്നുള്ളൂ? മെമ്പർഷിപ്പ് കൊടുത്തിരുന്നുള്ളൂ. The banks gave loans to non-members also. The banks gave loans to non-members also. മെമ്പർ അല്ലാത്തവർക്ക് എന്ത് കൊടുത്തിരുന്നു? ലോൺ കൊടുത്തിരുന്നു. The banks gave loans to non-members also. പറയുന്നുണ്ട് the main source of fund of societies, the members was encouraged to exercise thrift and deposit their savings in the bank. അതായത് ഈ ലുസാറ്റി സംഘങ്ങളുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ലുസാറ്റി സംഘങ്ങൾ മെമ്പേഴ്സിനിടയിൽ ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു. ഒരു ത്രിഫ്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. ആ ത്രിഫ്റ്റ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം? ഈ സംഘത്തിൽ നിക്ഷേപിക്കണം. വേറെ ഏതെങ്കിലും ബാങ്കുകളല്ല, ഈ സംഘത്തിൽ തന്നെ നിങ്ങളുടെ ഈ സമ്പാദ്യം എന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. അപ്പൊ ആ രീതിയിലാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ഫണ്ട് കണ്ടെത്തിയിരുന്നത്. അതാണ് പറഞ്ഞത് ദ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് ഓഫ് സൊസൈറ്റീസ്, ദ മെമ്പേഴ്സ് വാസ് എൻകറേജ്ഡ് ടു എക്സസൈസ് ത്രിഫ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ദെയർ സേവിങ്സ് ഇൻ ദ ബാങ്ക്. അവർക്ക് ഒരു സമ്പാദ്യശീലം എൻകറേജ് ചെയ്യിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആ സമ്പാദ്യം ഈ ബാങ്കിൽ എന്ത് ചെയ്യണം? നിക്ഷേപിക്കുകയും വേണം. ഓക്കെ, അതാണ് ഈ ബാങ്കിന്റെ പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്. ഏത് ബാങ്കിന്റെ? ലുസാറ്റി ബാങ്ക്സിന്റെ. പറയുന്നുണ്ട് ദ മാനേജ്മെന്റ് ഓഫ് ദ സൊസൈറ്റി വാസ് ഡെമോക്രാറ്റിക്. ഡെമോക്രാറ്റിക് അടിസ്ഥാനത്തിൽ 1 man 1 vote എന്ന സംവിധാനത്തിലാണ് ഈ ലുസാറ്റി ബാങ്ക്സിന്റെ മാനേജ്മെന്റ്. സുപ്രീം അതോറിറ്റി ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. ആക്ച്വൽ മാനേജ്മെന്റ് വാസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഇലക്ടഡ് ബോർഡ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ പോലെ തന്നെയാണ്. ഇലക്ട് ചെയ്യപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്കാണ് യഥാർത്ഥ അധികാരം. അൾട്ടിമേറ്റ് നമുക്കറിയാം ജനറൽ ബോഡി തന്നെയാണ്. ഓക്കെ, പറയുന്നുണ്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് സെർവ്ഡ് ഓണറലി. ബോർഡ് മെമ്പേഴ്സിന് പ്രതിഫലമൊന്നുമില്ല, ഇല്ലേ? വിത്തൗട്ട് റെമ്യൂണറേഷൻ വേണം അവർ എന്ത് ചെയ്യാൻ? പ്രവർത്തിക്കാൻ. ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് സെർവ്ഡ് എങ്ങനെയാണ്? ഓണറലി ആണ്. ഡേ ടു ഡേ വർക്ക് വാസ് കാരിഡ് ഓൺ ബൈ ദ പെയ്ഡ് സ്റ്റാഫ്. ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ആരെ വെച്ചിരുന്നു? പെയ്ഡ് സ്റ്റാഫിനെ, ശമ്പളം നൽകുന്ന പെയ്ഡ് സ്റ്റാഫിനെ വെച്ചിരുന്നു. ഓക്കെ, മെമ്പേഴ്സ് അങ്ങനെ പ്രവർത്തിക്കണം. മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് പ്രവർത്തിക്കേണ്ടത് ഓണറലി ആണ്. വിത്തൗട്ട് റെമ്യൂണറേഷൻ വേണം പ്രവർത്തിക്കാൻ. ഓക്കെ, ലോൺസ് വെർ ഗിവൺ ഇൻ സ്മോൾ എമൗണ്ട്സ് ആൻഡ് ഫോർ ഷോർട്ട് പീരീഡ്.
എന്താ പറഞ്ഞത്? ലോൺസ് വെയർ ഗിവൺ ഇൻ സ്മോൾ എമൗണ്ട്. ചെറിയ തുകയാണ് ലോൺ ആയിട്ട് നൽകിയിരുന്നത്. ലോൺസ് വെയർ ഗിവൺ ഇൻ സ്മോൾ എമൗണ്ട് ആൻഡ് ഫോർ എന്നാണ് ഷോർട്ട് പീരീഡ്, ഹ്രസ്വകാല വായ്പയുമാണ് നൽകിയിരുന്നത്. ലോൺസ് വെയർ ഗിവൺ ഇൻ സ്മോൾ എമൗണ്ട്സ് ആൻഡ് ഫോർ ഷോർട്ട് പീരീഡ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് ലോ. എന്താണ്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോൺ എന്താണ്? ലോ ആണ്, ചെറിയ പലിശ നിരക്കേ ഉള്ളൂ. ലോൺസ് വെയർ മോസ്റ്റ്ലി ഗിവൺ ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി. ആൾ ജാമ്യം വെച്ചുകൊണ്ടാണ് ലോൺസ് എന്ത് ചെയ്യുന്നത്? നൽകിയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് ഇവിടെ എടുത്തിരുന്നത്. കാര്യം അവര് ഒരു ജാമ്യം നിൽക്കുമ്പോൾ എന്താണ്? അത്രയും വിശ്വസിക്കാം, അത് തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഹോണസ്റ്റ് ആൻഡ് റിലയബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെയാണ് എവിടെ എടുത്തിരുന്നത്? എവിടെയാണ്? ലുസാറ്റി ബാങ്ക്സിൽ എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഷുവർട്ടി അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി അത് വെച്ചുകൊണ്ടാണ് ചെറിയ കാലയളവിലേക്ക് ചെറിയ തുകയാണ് എന്തായിട്ട് നൽകിയിരുന്നത്? ലോൺ ആയിട്ട് നൽകിയിരുന്നത്. ഓക്കെ, പറയുന്നുണ്ട് മോസ്റ്റ്ലി ലോൺസ് വെർ അഡ്വാൻസ്ഡ് ഓൺ ദ ബേസ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. എങ്ങനെയാ ലോൺ കൊടുത്തിരുന്നത്? അഡ്വാൻസ് ഓൺ ദ ബേസ് ഓഫ് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, അഡ്വാൻസ് ബിൽ ഓർ ട്രേഡ് ബിൽ. ഓക്കെ, അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് കൊടുത്തിരുന്നത്? അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അഡ്വാൻസ് ബിൽ അല്ലെങ്കിൽ ട്രേഡ് ബില്ല് ഇത് കളക്ട് ചെയ്ത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു എന്ത് കൊടുത്തിരുന്നത്? ലോൺ നൽകിയത്. അപ്പൊ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ പേഴ്സണൽ സെക്യൂരിറ്റി ആയിരിക്കും. ഓക്കെ, പറയുന്നുണ്ട് വൺ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ ക്രെഡിറ്റ് മൂവ്മെന്റ് ഓഫ് ഇറ്റലി ഹാസ് ബീൻ ദ ആബ്സെൻസ് ഓഫ് എനി സെൻട്രൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പറഞ്ഞത്? ഇറ്റലിയിലെ ക്രെഡിറ്റ് മൂവ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ഇതും കൂടിയാണ്. എന്താണ്? വൺ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദ ക്രെഡിറ്റ് മൂവ്മെന്റ് ഓഫ് ഇറ്റലി എന്താണ്? ഹാസ് ബീൻ ദ ആബ്സെൻസ് ഓഫ് എനി സെൻട്രൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സെൻട്രൽ ഫിനാൻസിങ്, നമ്മുടെ DCB പോലെ ഒരു സെൻട്രൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയില്ല? ഇറ്റലിയിലില്ല. പ്രൈമറി സൊസൈറ്റികൾക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ രൂപീകരിച്ചില്ല? ഇറ്റലിയിൽ രൂപീകരിച്ചില്ല. ഓക്കെ, ദെൻ പറയുന്നുണ്ട് വാട്ട് ഷൂൾസ് ഡിഡ് ഫോർ ജർമ്മനി ലുസാറ്റി ഡിഡ് ഫോർ ഇറ്റലി. ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണോ ജർമ്മനിയിൽ ഷൂൾസ് ചെയ്തത് അത് ഇറ്റലിയിൽ ആരാണ് ചെയ്തത്? ലൂയിഗി ലുസാറ്റി ആണ്. അപ്പൊ എന്താ ജർമ്മനിയിൽ ഷൂൾസ് ചെയ്തത്? എന്താ ജർമ്മനിയിൽ ഷൂൾസ് ചെയ്തത്? അർബൻ ഏരിയയിലെ ടൗൺ ബാങ്ക് ആരംഭിച്ചു അല്ലെ? അതേപോലെ ഇറ്റലിയിലെ അർബൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ക്രെഡിറ്റ് സംഘങ്ങൾ ആരംഭിച്ച കോപ്പറേറ്റർ ആരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? വാട്ട് ഷൂൾസ് ഡിഡ് ഫോർ ജർമ്മനി ലുസാറ്റി ഡിഡ് ഫോർ ഇറ്റലി. എന്താണോ ഷൂൾസ് ജർമ്മനിയിൽ ചെയ്തത് അത് ലുസാറ്റി എവിടെ ചെയ്തു? ഇറ്റലിയിൽ ചെയ്തു. ഓക്കെ, അപ്പൊ ഇറ്റലിയിലെ അർബൻ ബാങ്ക്സ് ആരംഭിച്ച വ്യക്തിയാണ് ആര്? ലുസാറ്റി. എവിടെയാണ് ആരംഭിച്ചത്? ആദ്യമായിട്ട് മിലനിലാണ് ആരംഭിച്ചത്. ആദ്യം ഫ്രണ്ട്ലി സൊസൈറ്റി എവിടെയാണ്? 1864-65 ലോധി, 66 മിലനിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആരംഭിച്ചു. ഓക്കെ, ദെൻ ലുസാറ്റി ജർമ്മനിയിൽ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. അപ്പൊ എന്താണോ ഷൂൾസ് ജർമ്മനിയിൽ ചെയ്തത് അതേ മാതൃക ഇറ്റലിയിൽ അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റർ ആരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത് ഡോക്ടർ ലിയോൺ വൂളംബർഗ്. ഡോക്ടർ ലിയോൺ വൂളംബർഗ് 1859 1932. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇറ്റലി ആരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. ദെൻ മറ്റൊരു ലീഡറും കൂടി ഉണ്ട്. ആരാണ്? ഡോക്ടർ ലിയോൺ വൂളംബർഗ്. ഏതു വർഷം ജനിച്ചു? 1859 ജനിച്ചു, 1932 മരിച്ചു. പറയുന്നുണ്ട് the second pioneer of cooperative movement in Italy was Dr. Leon Wullenberg. Wullenberg was born on 4/3/1859 at Padua. എവിടെയാണ്? ഇറ്റലി. ഇറ്റലി പാദുവയിലെ പാഡുവയിലെ 1859 മാർച്ച് 4-നാണ് ആര് ജനിച്ചത്? വൂളംബർഗ്. അപ്പൊ ദ സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇറ്റലി ആരാണ്? ഡോക്ടർ ലിയോൺ വൂളംബർഗ് ആണ്. ഫസ്റ്റ് ലീഡർ ആരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. ഓക്കെ, പറയുന്നുണ്ട് ഹി കെയിം ഓഫ് എ വെൽ ടു ഡു ഫാമിലി ആൻഡ് വാസ് ഹൈലി എഡ്യൂക്കേറ്റഡ്. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ആര്?
ഡോക്ടർ ലിയോൺ വുളംബർഗ്. He also studied cooperative literature thoroughly and was influenced by the Raiffeisen system of cooperative credit as it came to be developed in German village. ഓക്കെ, അപ്പൊ കോപ്പറേഷൻ എന്ന് പറയുന്ന ആ കോപ്പറേറ്റീവിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ആര് പഠിച്ചു? വുളംബർഗ് പഠിച്ചു. ദെൻ അദ്ദേഹം ഇൻസ്പയർഡ് ആയത്, അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത് റൈഫീസൺ സിസ്റ്റത്തിലാണ്. ജർമ്മനിയിലെ വില്ലേജ് മേഖലയിൽ അല്ലെങ്കിൽ റൂറൽ മേഖലയിൽ പ്രവർത്തിച്ച റൈഫീസൺ സിസ്റ്റത്തിലാണ് ആര് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടത്? വുളംബർഗ്. ഓക്കെ, അപ്പം റൂറൽ ഏരിയയിലാണ് ഇറ്റലിയിൽ ആര് പ്രവർത്തിച്ചത്? ഡോക്ടർ ലിയോൺ വുളംബർഗ്. പറയുന്നുണ്ട്, he worked among the farmers of Italy. He worked among the farmers of Italy. Large farmers അല്ല, ചെറിയ farmers. He worked among the farmers of Italy. And on account of his outstanding public service was later selected as a member of the national cabinet. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് മെമ്പർ ഓഫ് ദ നാഷണൽ ക്യാബിനറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആൻഡ് ഹി സെർവ്ഡ് ആസ് എ ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും കൂടെ ആര് പ്രവർത്തിച്ചു? ഡോക്ടർ ലിയോൺ വുളംബർഗ്. എവിടെ? ഇറ്റലി. അപ്പൊ ഫാർമേഴ്സിനിടയിലാണ് ആര് പ്രവർത്തിച്ചത്? വുളംബർഗ് പ്രവർത്തിച്ചത്. ഓക്കെ, അല്ലാതെ ഇൻഡസ്ട്രിയലിസ്റ്റിനിടയിലല്ല, അല്ലെങ്കിൽ ലാർജ് ഫാർമേഴ്സിനിടയിലല്ല. അതാരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? മെമ്പർ ഓഫ് ദ നാഷണൽ ക്യാബിനറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. ദെൻ പിന്നീട് കുറച്ചു കാലം അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ആര് ആക്ട് ചെയ്തു? ഡോക്ടർ ലിയോൺ വുളംബർഗ് ആക്ട് ചെയ്തു. പറയുന്നുണ്ട്, വുളംബർഗ് സ്റ്റാർട്ടഡ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ഇൻ ദ റൂറൽ ഏരിയാസ്. നമ്മൾ പറഞ്ഞതാണ്, റൂറൽ ഏരിയാസിലാണ് വുളംബർഗ് തന്റെ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ആരംഭിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ 1883. ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് വാസ് ഇൻ 1883, 1883. He started a bank in his home village Lorgia. ലോർജിയയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ബാങ്ക് ആരംഭിക്കുന്നത്. ഏത് വർഷം? 1883. ലോർജിയയിൽ. റൂറൽ ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ വുളംബർഗ് നോൺ ആസ് KC റൂറലി. വുളംബർഗ് ആരംഭിച്ച റൂറൽ ബാങ്കുകളെ ഇറ്റലിയിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? KC റൂറലി എന്ന്, അല്ലെങ്കിൽ റൂറൽ ബാങ്ക്സ് എന്ന് വിളിക്കും. ബാങ്ക പോപ്പുലാരി അല്ലെങ്കിൽ പോപ്പുലർ ബാങ്ക്സ് ആരാണ്? ലൂയിഗി ലുസാറ്റിയാണ്. KC റൂറലി അല്ലെങ്കിൽ റൂറൽ ബാങ്ക്സ് ആരാണ്? വുളംബർഗ് ആണ്. അപ്പൊ റൂറൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ച കോപ്പറേറ്റർ ആരാണ്? വുളംബർഗ് ആണ്. അർബൺ ഏരിയ ആരാണ്? ഇറ്റലിയിലെ ലൂയിഗി ലുസാറ്റിയാണ്. റൈഫീസൺ സിസ്റ്റം ആണ് ഇൻസ്പയർ ചെയ്യപ്പെട്ടത്? വുളംബർഗ്. ഷൂൾ സിസ്റ്റത്തിലാണ് ആര് അട്രാക്ട് ചെയ്യപ്പെട്ടത്? ലൂയിഗി ലുസാറ്റി. ആ ഒരു ഡിഫറൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ ഈ ലോർജിയയിലെ ഈ സൊസൈറ്റി ആരംഭിക്കുമ്പോൾ ഓൺലി 32 മെമ്പേഴ്സ്, 32 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മള് ലൂയിഗി ലുസാറ്റിയെ പോലെ തന്നെ ഹി വാസ് ഹിംസെൽഫ് ദ ബിഗ്ഗസ്റ്റ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. തന്റെ ബാങ്കിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആര് തന്നെയായിരുന്നു? വുളംബർഗ് തന്നെയായിരുന്നു. ദിസ് ബാങ്ക് ഹാഡ് നോ ഷെയർ ക്യാപിറ്റൽ. എന്തില്ല ഈ ബാങ്കിന്? എന്തില്ല? വുളംബർഗ് ആരംഭിച്ച ബാങ്കുകൾക്ക് എന്തില്ല? ഷെയർ ക്യാപിറ്റൽ ഇല്ല. നോ ഷെയർ ക്യാപിറ്റൽ. ദിസ് ബാങ്ക് ഹാഡ് നോ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഏത് ബാങ്കിന്? വുളംബർഗ് ആരംഭിച്ച ബാങ്കുകൾക്ക് എന്തില്ല? ഷെയർ ക്യാപിറ്റൽ ഇല്ല. ദെൻ പറയുന്നുണ്ട്, ഇൻ 1885 വുളംബർഗ് എസ്റ്റാബ്ലിഷ് ദ മന്ത്ലി പബ്ലിക്കേഷൻ. ഒരു മന്ത്ലി പബ്ലിക്കേഷൻ വുളംബർഗ് ആരംഭിച്ചു. എന്താ അതിന്റെ പേര്? റൂറൽ കോപ്പറേഷൻ. റൂറൽ കോപ്പറേഷൻ ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് ആരാണ്? വുളംബർഗ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് അണ്ടിൽ ഏതുവരെ പബ്ലിഷ് ചെയ്തു? 1904 വരെ പബ്ലിഷ് ചെയ്തു. അപ്പൊ എന്താണ് പബ്ലിക്കേഷന്റെ പേരെന്താണ്? റൂറൽ കോപ്പറേഷൻ. അപ്പൊ വേണം ചോദിക്കാം, റൂറൽ കോപ്പറേഷൻ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ആരാണ്? ഡോക്ടർ ലിയോൺ വുളംബർഗ്. ഏത് വർഷം? 1885 പബ്ലിഷ് ചെയ്തു. ഏത് ഡേറ്റ് വരെ? 1904 വരെ പബ്ലിഷ് ചെയ്തു. ഓക്കെ, പറയുന്നുണ്ട്, വാട്ട് റൈഫീസൺ ഡിഡ് ഫോർ ജർമ്മനി വുളംബർഗ് ഡിഡ് ഫോർ ഇറ്റലി. എന്താണോ ജർമ്മനിയിലെ റൈഫീസൺ ചെയ്തത്? എന്താ ചെയ്തത്? റൂറൽ ഏരിയ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആരംഭിച്ചു. അതേപോലെ റൂറൽ ഏരിയ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇറ്റലിയിൽ ആരംഭിച്ചു? വുളംബർഗ് ആരംഭിച്ചു. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ്? വാട്ട് റൈഫീസൺ
ഡിഡ് ഫോർ ജർമ്മനി, വൂളംബർഗ് ഡിഡ് ഫോർ ഇറ്റലി. എന്താണ് ജർമ്മനിയിലെ റൈഫീസൺ ചെയ്തത്? അത് വൂളംബർഗ് എവിടെ ചെയ്തു? ഇറ്റലിയിൽ ചെയ്തു. അതാണ് വാട്ട് റൈഫീസൺ ഡിഡ് ഫോർ ജർമ്മനി, വൂളംബർഗ് ഡിഡ് ഫോർ ഇറ്റലി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്, അടുത്ത് നമ്മൾ എടുക്കേണ്ടത് ഈ റൂറൽ ബാങ്കുകളുടെ ഫീച്ചേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ക്ലാസ് ആദ്യം മുതൽ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.